പറഞ്ഞിരിക്കാം. ഞാൻ ഇന്ന് ധ്യാനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഞാൻ ആദ്യം തന്നെ വായിച്ചു കൊള്ളുന്നു. 10 with me to book of Ephesians chapter 1 verse 4. 4-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം. വായിച്ച ദൈവ വചന ഭാഗത്തിനായി ഞാൻ കർത്താവിന്റെ മഹത്വം അർപ്പിക്കുക. വിശ്വാസിയും വിശുദ്ധിയും എന്ന വിഷയത്തിനോട് ബന്ധത്തിൽ ഒരു താക്കോൽ വാക്യം എന്ന നിലയിൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിച്ചു. സ്തോത്രം. ഈ വായിച്ച വാക്യത്തോട് ചേർന്ന് 1-2 വാക്കുകൾ എഫെസ്യ ലേഖനത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ആ വാക്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. സ്തോത്രം. എഫെസ്യ ലേഖനം നമുക്കറിയാം, പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ ഒന്നാണ്. വില്യം ബാർക്ലേ ഈ ലേഖനത്തെ വിളിക്കുന്നത് തന്നെ ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. അതേ ഇതിന്റെ ഉള്ളടക്കം കൊണ്ടും പ്രമേയം കൊണ്ടും വിഷയ അവതരണം കൊണ്ടും ഇതിന്റെ ശൈലി കൊണ്ടും എല്ലാം കൊണ്ടും പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ലേഖനമാണ് എഫെസ്യ ലേഖനം. ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം, പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ സഭ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. സഭാവിജ്ഞാനമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം തന്നെ. ഇതിനോട് ചേർന്ന ഒരു പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്താം. കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ ലേഖനത്തിന്റെ ഉള്ളടക്കം ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ സ്തോത്രം, ഈ 2 ലേഖനങ്ങളെ നമുക്ക് ഇരട്ട ലേഖനങ്ങൾ എന്ന് വിളിക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഈ എഫെസ്യ ലേഖനത്തിലെ പ്രതിവാദി വിഷയം സഭയാണെന്ന് പറഞ്ഞു. ഈ എഫെസ്യ ലേഖനം 6 അധ്യായമുണ്ട്. 6 അധ്യായത്തിലും സഭയെക്കുറിച്ചുള്ള 6 ചിത്രങ്ങളുമുണ്ട്. അതൊന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ച് എഫെസ്യ ലേഖനത്തിൽ നാം കാണുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ദ ബ്ലെസ്സഡ് വൺ, സഭ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. കാര്യം 3-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ദൈവം അനുഗ്രഹിച്ചു എന്ന്, ദൈവസഭയെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സഭ ദ ബ്ലെസ്സഡ് വൺ, അനുഗ്രഹിക്കപ്പെട്ടതാണ് 1-ാം അധ്യായത്തിൽ. എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന ചില ആത്മീയ അനുഗ്രഹങ്ങളാണ് കാണുന്നത്. അത് 4-ാം വാക്യത്തിൽ കാണുന്നു, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. 5-ാം വാക്യത്തിൽ കാണുന്നു, അവൻ നമ്മെ ദത്തെടുത്തു. പിന്നെ നാം വായിക്കുന്നുണ്ട്, അവൻ നമ്മെ മുൻനിയമിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുത്തുകാരൻ പറയുകയാണ്, ദ ചർച്ച് ഈസ് ദ ബ്ലെസ്സഡ് വൺ, സഭ അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിലെ ചിത്രം. അത്രയും പറഞ്ഞാൽ വിടുകയാ. 2-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ സഭ അതൊരു ബിൽഡിംഗ് ആയിട്ടും മന്ദിരമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. വാക്യം 21, 22 വായിക്കുന്നു, വിശുദ്ധ മന്ദിരമായ എന്നാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സഭയെക്കുറിച്ച് സഭ പണ്ട് എന്തായിരുന്നു, നാം എന്തായിരുന്നു, നാം ഇപ്പോൾ എന്താകുന്നു എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു വന്നതിന് ശേഷം ഏകദേശം 10ഓളം പ്രധാനപ്പെട്ട സഭയുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് അതിലൊന്നാണ് സഭ വിശുദ്ധ മന്ദിരം, ദ ചർച്ച് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. 3-ാം അധ്യായത്തിലാണെങ്കിൽ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സഭ മർമ്മം എന്ന. 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യവും 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം എന്ന നിലയിലാണ് 3-ാം അധ്യായത്തിൽ സഭയെ പറഞ്ഞു വരുന്നത്. നോക്കണമേ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ അഗ്രഗണ്യന്മാർക്ക് പോലും വേണ്ടുമണ്ണ സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിച്ചിട്ടില്ല. കുറച്ച് അല്പം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം എന്നാണ് 3-ാം അധ്യായത്തിൽ സഭയെ കുറിച്ച് പറഞ്ഞു വരുന്നത്. നോക്കണം, സഭ 1-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന നിലയിൽ കാണുന്നു. 2-ാം അധ്യായത്തിൽ വിശുദ്ധ മന്ദിരമായി കാണുന്നു. 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മമായി കാണുന്നു. 4-ാം അധ്യായത്തിൽ ദ ചർച്ച് ഈസ് എ ന്യൂ മാൻ, സഭ എന്ന് പറഞ്ഞാൽ പുതു മനുഷ്യനാണ്. 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ് പുതു മനുഷ്യനെ ധരിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ചർച്ച് ഈസ് എ ന്യൂ മാൻ, സഭ പുതിയ മനുഷ്യനാണ്. സത്യത്തിൽ 4-ാം അധ്യായത്തിന്റെ മുഴുവൻ വാക്യം പരിശോധിക്കുമ്പോൾ പഴയ മനുഷ്യൻ എന്താ, പഴയ മനുഷ്യനെ കുറിച്ചും പുതിയ മനുഷ്യനെ കുറിച്ചും പറഞ്ഞിട്ട് പുതിയ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. നിൽക്കട്ടെ, 5-ാം അധ്യായത്തിലോട്ട് പോകുമ്പോൾ സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മണവാട്ടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 22-ാം വാക്യം മുതൽ നാം വായിക്കുന്നതും അത് തന്നെയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോ പറഞ്ഞു വരുന്നത്
ഒരു മർമ്മമാണ് സഭ. മർമ്മം എന്ന് പറഞ്ഞ സഭ മണവാട്ടി എന്ന നിലയിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. The church is a bride. ഈ 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായത്തിൽ സഭ നമുക്കറിയാം, 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഒരു പടയാളിയെ കുറിച്ചാണ് ആമേൻ പറഞ്ഞു വരുന്നത്. ആമേൻ 10-ാം വാക്യം മുതൽ വായിക്കുന്നത്. ആ പടയാളി, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പടയാളി ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് The church is a soldier. സഭ പടയാളിയാണെന്ന് പറഞ്ഞു വരികയാണ്. 7-ാം അധ്യായം ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് ഒരു വേറൊരു ചിത്രം തരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ 1-ാം അധ്യായത്തിൽ ആമേൻ സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ 4-ാം വാക്യത്തിൽ അനുഗ്രഹത്തിന്റെ 1-ാമത്തെ അനുഗ്രഹം പറഞ്ഞിരിക്കുന്നത് ആമേൻ ഹി ഹാസ് ചോസൻ us. ദൈവം സഭയെ നമ്മെ തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം ഒന്നുകൂടി നോക്കിയാട്ടെ. ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആമേൻ ആ 4-ാം വാക്യത്തെ മാത്രം നിർത്തിക്കൊണ്ട് 3 ചോദ്യം നമുക്ക് ആ വാക്യത്തിൽ ചോദിക്കാം. ആരാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ഹു ഹാസ് ചോസൻ us. 2 ആമേൻ എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? when has he chosen us. 3 why has he chosen us. ദൈവം ആമേൻ ആരാണ് തെരഞ്ഞെടുത്തത്, എപ്പോഴാണ് തെരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത്? ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ 3 ചോദ്യത്തിന് ഉത്തരവും ആ വാക്കിൽ തന്നെ ഉണ്ട്. ആരാണ് നമ്മെ തെരഞ്ഞെടുത്തത്? അവൻ, അതെ പിതാവാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 2 എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? ആമേൻ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ. നോക്കണമേ, അതായത് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കിയ ആമേൻ ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. അവിടാണ് ദൈവം ആമേൻ സ്തോത്രം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടെന്ന് ചിന്തിച്ചാൽ ഈ വാക്യം പറയുന്നു അതിനു മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ആ തെരഞ്ഞെടുപ്പ് തന്നെ ആമേൻ പൂർവകാല നിത്യതയിൽ അതിന് വേരുണ്ടെന്ന് അർത്ഥം. സ്വതം ശ്രദ്ധിക്കണമേ, our salvation is rooted in eternity past എന്നാണ് ഒരു ബൈബിൾ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. നോക്കണമേ, നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് പൂർവകാല നിത്യതയില്ല. നാം ജനിക്കുന്നതിന് മുമ്പേ, നമ്മുടെ പപ്പായും മമ്മിയും ഉണ്ടാകുന്നതിന് മുമ്പേ, എന്തിനേറെ ആദം ഉണ്ടാകുന്നതിന് മുമ്പേ, പോരാ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നോക്കണമേ, ആ തെരഞ്ഞെടുപ്പിന്റെ ആഴം നോക്കണം. ആരാണ് നമ്മെ തിരഞ്ഞെടുത്തത്, എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? 3-ാമത്തേത് why has he chosen us. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? അതിന്റെ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. to be holy and blameless. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. 2 വാക്കുകൾ ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ ധ്യാന വിധേയമാക്കുന്നു. to be holy, to be hagios. നാം വിശുദ്ധരാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. പൂർവകാല നിത്യതയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും 1-ാമത്തെ ആമേൻ ഉദ്ദേശം തന്നെ മനസ്സിലാക്കണം. to be hagios, to be holy. നാം വിശുദ്ധരാകേണ്ടതിന് വേണ്ടിയാണ് തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ നാം വിശുദ്ധരായിരിക്കണ്ടേ, വിശുദ്ധിയിൽ തന്നെ നാം ജീവിക്കണ്ടേ. ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആമേൻ ലോകത്തിന്റെ മോഹവും അല്ലെങ്കിൽ പാപത്തിന്റെ പുതിയ രൂപങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ആത്മീകരെന്ന് പറയുന്നവർ പോലും ആമേൻ അറിഞ്ഞോ അറിയാതെയോ അശുദ്ധിയിൽ കാല് വെക്കുന്നത് പോലെ നാം കാണുന്നുണ്ട്. ദൈവമക്കളെ, ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. പൂർവകാല നിത്യതയിൽ അത്യുന്നതനായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ 1-ാമത്തെ ഉദ്ദേശം മനസ്സിലാക്കണം. നാം വിശുദ്ധരാകേണ്ടതിന് വേണ്ടിയിട്ടാണ്. മറന്നു പോകല്ലേ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് വിശുദ്ധരാകേണ്ടതിന് വേണ്ടിയിട്ടാ. സ്തോത്രം. സത്യത്തിൽ വിശുദ്ധിയെ കുറിച്ച് 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞു വരട്ടെ. നമ്മളുടെ പേരെന്താണെന്നറിയാമോ? സ്തോത്രം. എഫെസ്യലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പേര് തന്നെ വിശുദ്ധന്മാരെന്നാ. പുതിയ നിയമ സഭയ്ക്ക് ഏകദേശം 25ഓളം പേരുകൾ എക്ലീസിയോളജിയിൽ സഭാവിജ്ഞാനീയത്തിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറയാം, ആമേൻ വിശുദ്ധന്മാരെന്ന് പറയാം, ആമേൻ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയാം, ആമേൻ ക്രിസ്ത്യാനി എന്ന് പറയാം. 25ഓളം പേരുകളുണ്ട്. അതിൽ ഒരു പേരെന്താണെന്നറിയാമോ? വിശുദ്ധന്മാരെന്ന് തന്നെയാണ്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ പേര്, ദ വെരി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ തന്നെ നാം വിശുദ്ധരാണ്.
എന്താ വിശുദ്ധര്? നാം വിശുദ്ധരാകുകയല്ല, കർത്താവ് നമ്മെ ആക്കിയതാണ്. കാരണം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞപ്പോൾ, അപ്പോൾ തന്നെ നാം വിശുദ്ധരായി തീർന്നിരിക്കുന്നു. നാം ഒന്നും ചെയ്തല്ല, കർത്താവിന്റെ തങ്ക നീണം നമ്മെ കഴുകി വിശുദ്ധരാക്കി. എന്തിനാ ഞാൻ ഇത്ര ഊന്നൽ കൊടുത്ത് പറയുന്നറിയാമോ? നമ്മുടെ പേര് തന്നെ സെയിൻസ് എന്നാണ്, വിശുദ്ധന്മാരെന്താണ്. ആമേൻ. എല്ലാ ലേഖനങ്ങളും പഠിക്കുമ്പോൾ ആമേൻ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും റോമാലേഖനം 1-ാമത് പറഞ്ഞിരിക്കുന്നു റോമയുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാമത് പറഞ്ഞിരിക്കുന്നു കൊരിന്ത്യയുള്ള വിശുദ്ധന്മാർക്ക്. നോക്കണമേ, ആമേൻ, നമ്മുടെ പേര് തന്നെ വിശുദ്ധന്മാരെന്ന. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം. നമ്മുടെ പേര് വിശുദ്ധന്മാരാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പേര് വിശുദ്ധന്മാരാണെങ്കിൽ ആ പേരിനനുസരിച്ച് നാം ജീവിക്കണ്ടേ? നമുക്ക് ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു പേര് ലഭിച്ചു, ദൈവം തന്ന പേരാണ്. നമ്മൾ വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചേ പറ്റൂ. ഒരു കോംപ്രമൈസും ഈ വിഷയത്തിൽ നമുക്ക് പാടില്ല, പറ്റത്തില്ല. നമ്മൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ റോമൻ കാത്തലിക് സഭ പറയുന്നത് ഇപ്രകാരമാണ്: മരിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് റോമൻ കാത്തലിക്സത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധനായി തീരുന്നത്. ആ ഉപദേശം നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ലല്ലോ. എന്നാൽ വേറൊരു സഭയുണ്ട്, അവര് പാസ്റ്റർമാരെയാണ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ വിശ്വാസികൾ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ: വിശുദ്ധന്മാരും സഭയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ അതും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉപദേശമല്ല. കാരണം സഭ വിശുദ്ധന്മാരാ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അല്പം വ്യത്യാസമുണ്ട്. ഞാൻ ആ സഭയുടെ പേര് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോക്കണമേ, എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത്, വേർപെട്ട ദൈവജനം നമ്മൾ വിശ്വസിക്കുന്നത്, പെന്തിക്കോസ്തരെ നമ്മൾ വിശ്വസിക്കുന്നത്, യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ നമ്മെ ദൈവം വിശുദ്ധന്മാരാക്കി തീർത്തു. നമ്മുടെ പേര് തന്നെ വിശുദ്ധന്മാരെന്ന. അങ്ങനെയെങ്കിൽ ആ പേരിനനുസരിച്ച് നാം ജീവിച്ചേ പറ്റൂ. അങ്ങനെ ജീവിച്ചേ പറ്റൂ. സ്തോത്രം. അതുകൊണ്ട് 1 പത്രോസ് 1-ാം 15-16 ഇങ്ങനെ വായിക്കുന്നു: നാം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ എന്നാ വായിക്കുന്നത്. കാരണം 16-ാം പറഞ്ഞിരിക്കുന്നു, ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും പിന്നെയും വിശുദ്ധരായിരിപ്പീൻ. നോക്കണം, നമ്മുടെ പേര് വിശുദ്ധന്മാരെന്നാണ്. അങ്ങനെ വിശുദ്ധന്മാരായിരിക്കും നമ്മളോടും ബൈബിൾ പറഞ്ഞൊരു ദൂതും കൂടിയാണ്. നമ്മൾ പിന്നെയും വിശുദ്ധി ജീവിച്ചേ പറ്റൂ. വിശുദ്ധന്മാരാണെങ്കിൽ പിന്നെ വിശുദ്ധി ജീവിക്കാൻ പറ്റുമോ? അല്ല. നമ്മുടെ പേര് വിശുദ്ധന്മാരാണെങ്കിലും ബൈബിൾ പിന്നെയും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നാം വിശുദ്ധിയിൽ തന്നെ ജീവിച്ചേ പറ്റൂ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22-ാം 11-ാം വായിക്കുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പം വിശുദ്ധന്മാരായതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നല്ല. നാം ഇനിയും ഓരോ ദിവസവും വിശുദ്ധിയിൽ വർദ്ധിച്ചു വന്നേ പറ്റുകയുള്ളൂ. 2 കൊരിന്ത്യർ 7:1 ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നല്ലേ വായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വാക്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നു, നമ്മൾ വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധന്മാരായ നമ്മളിൽ ഒരു ദൗത്യം കൂടി കിടപ്പുണ്ട്. ആ വിശുദ്ധിയിൽ നാം ജീവിക്കണം. പോരാ, വിശുദ്ധിയിൽ നാം ഇനിയും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നേ പറ്റുകയുള്ളൂ. നോക്കണമേ, ഈ ലോകത്തിൽ അഴുക്കുണ്ട്, ഈ ലോകത്തിൽ പാപമുണ്ട്. അതിന്റെ പിന്നാലെ പോകാൻ വിശുദ്ധന്മാരായ നമുക്ക് അനുവാദം ബൈബിൾ നൽകുന്നില്ല. വിശുദ്ധിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ മനോഭാവം കൊണ്ട് ഞാൻ പറഞ്ഞു വരട്ടെ. സ്തോത്രം. ഞാൻ പഴയ നിയമത്തിലൊരു വാക്യം ഉച്ചരിക്കുന്നു, എടുത്തു വായിക്കാൻ സമയമില്ല. അത് ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം പറയുക, നിങ്ങളിൽ വൃത്തികേട് കണ്ടിട്ട്, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് ഞാൻ മാറിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ ബാഹ്യത്തിന് പോകുമ്പോൾ പാരയായിട്ട് പോകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ബാഹ്യത്തിന് പോവുക. when we go for number 2 എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് കുട്ടികളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ബാഹ്യത്തിന് പോകുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ ക്യാമ്പസ്, നിങ്ങളുടെ കൂടാരം വൃത്തിയായിരിക്കണം. അതിനകത്ത് അല്പം പോലും അശുദ്ധി പാടില്ല. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് ഞാൻ മാറിപ്പോകാതിരിക്കേണ്ടതിന് കൂടാരം പോലും വിശുദ്ധമായി സൂക്ഷിക്കണം. അതിന് പാര ഉണ്ടാകണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കണമേ,
ദൈവത്തിന് അല്പം പോലും അഴുക്കിനോടും അശുദ്ധിയോടും അടുത്തു വരാൻ പറ്റത്തില്ല എന്നൊരു വെളിപ്പാട് ആ വാക്യത്തിൽ നാം കാണുന്നില്ലേ? ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം അതെന്നെ വളരെ ഭയപ്പെടുത്തുന്ന വാക്യമായതുകൊണ്ട് ഞാൻ ആ വാക്യം ചൂണ്ടിക്കാണിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജീസസ് ലെഫ്റ്റ് ദേർ, യേശു അവിടം വിട്ടു പോയി എന്നാ വായിക്കുന്നത്. ആ വാക്യം എന്നെ ഭയപ്പെടുന്ന വാക്യമാണ്. എന്തുകൊണ്ടാണ് യേശു അവിടം വിട്ടു പോയി എന്ന് വായിക്കുന്നത്? അതിന്റെ കാരണം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. എന്താണെന്നറിയാമോ? 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഒരു രാജാവിന്റെ സ്റ്റെപ്പ് ഡോട്ടർ പുത്രി നൃത്തം ചെയ്യുന്നത് കാണുകയാ. നോക്കണമേ, അപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഹെരോദ രാജാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെരോദിയുടെ മകളുടെ നൃത്തം നാം അവിടെ കാണുകയാണ്. എന്ന് മാത്രമല്ല, ആ നൃത്തം കണ്ട് സന്തോഷിച്ചതിന് ശേഷം അപ്പൻ മോളോട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും തരാം. അവള് ചോദിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ സ്നാപകന്റെ തല. നോക്കണമേ, നമ്മളൊക്കെ ഒരു കുഞ്ഞ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത്, കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ഒരു കിറ്റ്കാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ആയിരിക്കാം. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ വേറെ കുറച്ച് ബർഗറോ പിസ്സയോ അതുപോലുള്ള സാധനങ്ങളായിരിക്കാം. പക്ഷേ ഒരിക്കലും ഒരു ദൈവദാസന്റെ തല ചോദിക്കുന്ന കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു കുഞ്ഞ് അതും ചോദിക്കുന്നു. നോക്കണമേ, ആ തല ചോദിക്കുന്ന ഒരു കുഞ്ഞ്, അത് ചോദിക്കാൻ തക്കണം പ്രേരിപ്പിക്കുന്ന ഒരു മാതാവ്, നൃത്തം കണ്ട്, മകളുടെ നൃത്തം കണ്ട് സന്തോഷിക്കുന്ന ഒരു അപ്പൻ. നോക്കണമേ, എല്ലാം അധാർമികതയല്ലേ അവിടെ കാണുന്നത്. എന്ന് മാത്രമല്ല, ആ പാരഗ്രാഫിൽ നാം വായിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ മരണം കൂടിയ. ഈ സംഭവം കണ്ട് കേട്ട് യേശു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മത്തായി കുറിച്ച് വെച്ചിരിക്കുന്നു, മാത്യു ചാപ്റ്റർ 14:13, ജീസസ് ലെഫ്റ്റ് ദേർ, യേശു അവിടെ വിട്ടുപോയി. നോക്കണമേ, പാപമുള്ളിടത്ത്, പാപം നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് യേശുവിന് നിൽക്കാൻ പറ്റുകയില്ല. നമ്മൾ ഭയത്തോടെ നോക്കണമേ, നമ്മുടെ ഭവനത്തിനകത്ത് പാപമുണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തിന്, യേശുവിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു വാക്ക് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ്, സ്വതം പരിശുദ്ധാത്മാവ് അവനെ വിട്ട് മാറി. യഹോവയുടെ ആത്മാവ് അവനെ വിട്ടു മാറി. ശൗലിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. 1-ാമത്തെ രാജാവായിട്ടുള്ള ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വായിക്കുന്നു, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. എന്താ വിട്ടുമാറാൻ കാര്യം? പറയാം. ഈ ശൗൽ ആരാണ്? 1 ശമൂവേൽ 10:1 വായിക്കുന്നു, ഈ ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്തവനാണ്. സോ ഹീസ് ദി അനോയിന്റഡ് വൺ. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന് ഈ ശമൂവേൽ വന്ന് ഇവൻ അഭിഷേകം ചെയ്തതിനു ശേഷം അവന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുത്തെന്ന് 1 ശമൂവേൽ 10:9 വായിക്കുന്നു. 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നെന്ന് വായിക്കുന്നു. 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അന്ന് മുതൽ പ്രവേശിച്ചു, ശൗൽ പ്രവേശിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, 12-ാം അധ്യായത്തിൽ അവന് അമോന്യരെ തോൽപ്പിക്കുന്നതായി കാണുന്നുണ്ട്. 14-ാം അധ്യായത്തോട് വരുമ്പോൾ മോവാബ്യരെയും അമോന്യരെയും ഏദോമ്യരെയൊക്കെ തോൽപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ഏകദേശം ശൗൽ വളരെ നല്ല നിലയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശോഭിക്കുക. എന്നാൽ അനുസരണക്കേട് വന്നത് മുതല്, ദൈവത്തിന്റെ മുമ്പാകെ അനുസരണക്കേട് കാണിച്ചത് മുതല് ദൈവം അവൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. നോക്കണമേ, പരിശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി. കാരണം പാപം അവന് വന്നപ്പോൾ, അനുസരണക്കേട് അവന് വന്നപ്പോൾ പരിശുദ്ധാത്മാവും അവനെ വിട്ടുമാറി. ഒന്ന് ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ അശുദ്ധിയോടുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു. വൃത്തികേട് പോലും, അശുദ്ധി പോലും, അഴുക്ക് പോലും കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല. യേശുവാണോ? നോക്കണമേ, അശുദ്ധി ഉള്ളിടത്ത് നിൽപ്പാൻ ഇഷ്ടപ്പെടാത്തതാണ് യേശു. പരിശുദ്ധാത്മാവാണെങ്കിലും അതുപോലെയാണ്. അശുദ്ധി ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് നിൽക്കാൻ പറ്റിയില്ല. ത്രിയേക ദൈവത്തിന് അശുദ്ധിയോടുള്ള
പ്രതികരണം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഗൗരവമായി ശ്രദ്ധിക്കണമേ. നമുക്ക് പാപത്തോട് അടുത്തു വരാൻ പറ്റുകയില്ല. സിൻ ഈസ് ഡേഞ്ചറസ്. പാപം അപകടമാണ്. പാപത്തോട് നമുക്ക് സ്വതം വിനോദിപ്പാൻ അനുവാദമില്ല. ബെറ്റർ നോട്ട് ടു പ്ലേ വിത്ത് സിൻ. പാപത്തോട് കളിക്കരുതേ. പാപം അപകടമാണ്. പാപം അപകടമാണ്. ഇതാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറഞ്ഞത്. വിശ്വാസികളെ, ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾക്ക് ഈ സത്യം മനസ്സിലായേ പറ്റൂ. ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേൺ പ്രീച്ചേഴ്സ്, പോസ്റ്റ് മോഡേൺ ടീച്ചേഴ്സ്, പോസ്റ്റ് മോഡേൺ പാസ്റ്റേഴ്സ് പോലും പാപത്തിന് വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നോ 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 നോ, അത് നമുക്ക് പറയാൻ പാടില്ല. സിൻ ഈസ് ഡേഞ്ചറസ്. പാപം അപകടമാണ്. പാപം അപകടമാണ്. പാപം അപകടം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു 10 കൂട്ടം കാര്യങ്ങൾ ഈ വൈകിയവേളയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. സമയം ആകുമ്പോൾ ഞാൻ നിർത്തിക്കൊള്ളാം. സ്വരം 10 കൂട്ടം കാര്യമെങ്കിലും എനിക്ക് പറയണമെന്നുണ്ട്. അതിൽ ഒന്ന് എന്ന നിലയിൽ ഞാൻ ആദ്യം ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് എ പ്ലേസ്. ഞാൻ ആദ്യമായി ഒരു സ്ഥലത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് ഒരു സ്ഥലത്തെ കുറിച്ചാണ്. ആ സ്ഥലം സ്വരം ആവർത്തന പുസ്തകം 29-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, സോദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്വതം സോദോം നിർജ്ജനമായി പോകും. സോദോം ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തേക്കുന്നത് ഇറ്റ് വിൽ ബിക്കം ദ വേസ്റ്റ് ലാൻഡ്. എന്നിട്ട് അവിടെ സന്ദർശിക്കാൻ വരുന്നവർ സ്വതം ഭാവിയിൽ പവനാത്മാവി പറയാണ്, സ്വതം അവിടെ സന്ദർശനത്തിൽ വരുന്നവര് എന്താണ് ഇതിങ്ങനെ വേസ്റ്റ് ലാൻഡായി പോയത് എന്ന് ചോദിക്കും. അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സോദോം, ഗോമോറ, ആത്മാ, സെബോയി എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളയും ഇല്ലാതെ പുല്ല് മുളയ്ക്കാത്തതും ഗന്ധകവും ഉപ്പും കത്തിയിരിക്കുന്ന ആ ദേശത്ത് കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന്, ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. നോക്കണമേ, ഭാവിയിൽ ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ അവിടെ വരും. അവർ ചോദിക്കും, ഹൗ ഇറ്റ് ഹാപ്പൻഡ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും എന്ന് ദൈവം പറയുക. ഇനി ഈ സോദോം എങ്ങനായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സോദോം ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്നു. Sodom was so beautiful. It was just like the garden of God. ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്ന ഒരു സ്ഥലമാണ് സോദോം. എന്നാൽ ആവർത്തന പുസ്തകം 29, 22, 23 വാക്യങ്ങൾ വായിക്കുന്നു, it has become a wasteland. ഇത് ഉപയോഗരഹിതമായിട്ടുള്ള ഒരു ഉപയോഗമില്ലാത്ത പുല്ല് പോലും കിളുക്കാത്ത ഒരു സ്ഥലമായി തീർന്നു. Why and how it happened? ഇത് എങ്ങനെ സംഭവിച്ചു? അതിന്റെ കാരണം നമുക്കറിയാം. സോദോമിന്മേൽ ദൈവം ന്യായവിധി അയച്ചത് ഉൽപ്പത്തി 19 പറയുന്നുണ്ട്. നോക്കണമേ, ഒരു ദൈവത്തിന്റെ തോട്ടം പോലിരുന്ന ഒരു സ്ഥലം വേസ്റ്റ് ലാൻഡായി തീർന്നതിന് പിന്നിൽ പാപമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് താഴ്മയോടെ വിളിച്ചു പറയട്ടെ, പാപം നിന്റെ ഫലപുഷ്ടി എടുത്തു മാറ്റും. പാപം നമ്മുടെ ഭംഗിയെടുത്തു മാറ്റും. Sin is dangerous. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ബ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് നന്മകൾ, അഭിവൃദ്ധി, പ്രോസ്പെറിറ്റി, യെസ്, അതെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബെറ്റർ നോട്ട് ടു പ്ലേ വിത്ത് സിൻ. ഇന്ന് വൈകിവേളയിൽ നാം ഈ ധ്യാനിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. Yes, I was talking to you about a place. ഞാൻ ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ സ്ഥലം സോദോമാണ്. ആ സോദോമിന്റെ പിന്നിൽ, ആ സോദോമിനെ 2 പത്രോസ് 2:6 പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്നു. യൂദാ ലേഖനം 7-ലും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. അത് കാണുമ്പോൾ, സോദോമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സോദോമിനെ നാം അറിയുമ്പോൾ നാം മനസ്സിലാക്കണം, ഈ സോദോമിന്റെ നന്മ മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയത് പാപമാണ്. സമയമില്ലല്ലോ. ലെറ്റ് മീ ടോക്ക് ടു യു അബൌട്ട് എ ട്രൈബ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഗോത്രത്തെ കുറിച്ചാണ്.
ആദ്യം ഞാൻ ഒരു ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തി. രണ്ടാമത് ഞാൻ ഒരു ട്രൈബിനെ, ഒരു ഗോത്രത്തെ പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിന്റെ 3-4 വാക്യത്തിൽ പ്രവാചകനായ യാക്കോബ് തന്റെ മക്കളെ വിളിച്ച് പ്രവചിക്കുക. അങ്ങനെ പ്രവചിക്കുന്ന സമയത്ത് യാക്കോബിന്റെ പ്രവചനം രൂബേനെ കുറിച്ച് പ്രവചിച്ചത് ഇപ്രകാരമാണ്. വാക്യം 3: രൂബേൻ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വാക്യം 4: വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. ആ ദൂത് അങ്ങനെ ഒരാള് പ്രവചിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? വണ്ടിക്കൂലി കൊടുക്കത്തില്ല, അടുത്ത പ്രോഗ്രാം നമ്മൾ വിളിക്കത്തില്ല. പക്ഷേ ഇവിടെ പ്രവാചകനായ യാക്കോബ് മൂത്ത മകനെ നോക്കിയിട്ട് രൂപനെ വിളിച്ചു പറയുന്നു, നീ ശ്രേഷ്ഠനാകയില്ല. ആധുനിക പ്രവാചകന്മാര് പലപ്പോഴും പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് തലക്കെട്ട് ഇപ്രകാരമായിരിക്കും, നീ ശ്രേഷ്ഠനാകും. എന്നാൽ ഇവിടെ ഇതാ ഒരു പ്രവാചകൻ വിളിച്ചു പറയുന്നു, നീ ശ്രേഷ്ഠനാകയില്ല. ആരാണ് രൂപേൻ? രൂപേൻ സത്യത്തിൽ യാക്കോബിന്റെ ഒന്നാമത്തെ മകനല്ലേ? നമുക്ക് ആദിജാതന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ആദിജാതന് സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹമുണ്ട്, അത് ഇരട്ടി പങ്കുണ്ടെന്ന് നമുക്കറിയാം. എന്നു മാത്രമല്ല, ആദിജാതന് നിന്നാണ് അർത്ഥാൽ രാജത്വം വരേണ്ടത്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ യേശു ക്രിസ്തു പോലും വരേണ്ടത് ആദിജാതനിൽ നിന്നാണ്. ഈ രൂപേനിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ യേശു പോലും ജനിക്കേണ്ടത്. രൂപേന്റെ ഗോത്രത്തിനാണ് രാജാക്കന്മാർ പോലും വരേണ്ടത്. എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം രൂപേൻ ഗോത്രം നഷ്ടപ്പെട്ടു പോയി. അവിടെ തന്നെ വായിക്കുന്നു, സ്വതം യഹൂദയെ കുറിച്ച് 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് നിന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ചുരുക്കി പറഞ്ഞാൽ രൂപേന് കിട്ടേണ്ട അനുഗ്രഹം യഹൂദയ്ക്കാ കിട്ടിയത്. രാജത്വം കിട്ടിയേക്കുന്നത് ഈ യഹൂദ ഗോത്രത്തിന്. എന്തിനേറെ, നമ്മുടെ കർത്താവ് പോലും വന്നത് രൂപേൻ ഗോത്രത്തിൽ നിന്നാണ് വരേണ്ടത്, പക്ഷേ യഹൂദ ഗോത്രത്തിൽ വന്നത്. എന്തുകൊണ്ട് ഇത്രയും നന്മകൾ, ഇത്രയും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി? കാരണം വളരെ വ്യക്തമാണ്. അവിടെ തന്നെ അതിന്റെ കാരണം കൂടി പ്രവാചകനായ പിതാവായിട്ടുള്ള യാക്കോബ് പറയുന്നു, മോനെ, നീ അപ്പന്റെ കിടക്ക മലിനമാക്കി. നോക്കണമേ, രൂബേൻ 35-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 22-ാം വാക്യത്തിൽ അപ്പന്റെ കിടക്ക മലിനമാക്കിയത് കൊണ്ട് 49-ാം അധ്യായത്തിൽ യാക്കോബ് വിളിച്ചു പറഞ്ഞു, നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ദാ പോകുന്നു അടുത്ത ഗോത്രത്തിലേക്ക്. യഹൂദയിലേക്ക് കുറച്ച് അനുഗ്രഹം പോയി. സത്യം പറഞ്ഞ പൗരോഹിത്യവും ഈ മൂത്ത മകനാണ് വരേണ്ടത്, പക്ഷെ അത് പോയത് ലേവി ഗോത്രത്തിലോട്ട് പോയി. രാജാക്കന്മാരെല്ലാം യഹൂദ ഗോത്രത്തോട്ട് പോയി. നോക്കണമേ, ചുരുക്കി പറഞ്ഞാൽ രൂബേൻ പരാജയമായി തീർന്നു. ഒരു കാര്യം മനസ്സിലാക്കണമേ, പാപം നമ്മൾക്ക് ലഭിക്കേണ്ട സർവശ്രേഷ്ഠതയും സർവ ഉയർച്ചയും സർവ നന്മയും ഊറ്റിക്കൊണ്ടുപോകുമേ. ദൈവമക്കളെ, പാപത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ അറിയണം. ദൈവിക വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാട് നാം പ്രാപിച്ചേ പറ്റൂ. ഇന്ന് വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എല്ലാം ഓക്കെ, നോ പ്രോബ്ലം എന്നൊക്കെയാണ് പലരും പ്രസംഗിക്കുന്നത്. ഈ സഭകളെല്ലാം ഓടിപ്പോകണമല്ലോ, പാസ്റ്റർമാർക്ക് നിലനിൽക്കണമല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ വാക്യങ്ങളെ വളച്ചൊടിക്കാമോ അങ്ങനെയൊക്കെ വളച്ചൊടിക്കും. നോക്കണമേ, പാപത്തിന് വെള്ളപൂശുന്നവർ എണ്ണം വർദ്ധിച്ചു വരുന്നു. നമ്മൾക്ക് അത് പാടില്ല. രൂബേനോട് രൂപേന്റെ ചരിത്രം പഠിക്കുമ്പോൾ, രൂപേൻ ഗോത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നന്മകൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഗോത്രമായി ഇങ്ങനെ തീർന്നതിന്റെ കാരണം പാപമാണേ. നോക്കണമേ, അതുകൊണ്ട് ഒന്നും കൂടി വിളിച്ചു പറയട്ടെ, sin is dangerous.
പാപം അപകടമാണ്. പാപത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പാപത്തെ സഭയിൽ കയറ്റാൻ കൊള്ളത്തില്ല. നമ്മുടെ നാട്ടിലെ പഴയ മുഖ്യമന്ത്രി ഭാഷ പറഞ്ഞ കടക്ക് പുറത്തുനിന്നാണ് പാപത്തോട് നാം പറയേണ്ടത്. Well, I was talking to you about a place. ഇപ്പൊ ഞാൻ ഒരു ട്രൈബിനെ കുറിച്ചും പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് പാപം അപകടമാണ്. പാപം നമ്മുടെ ഫലപുഷ്ടിയെ എടുത്തു മാറ്റുന്നു. പാപം നമ്മുടെ ഭംഗിയെ നഷ്ടപ്പെടുത്തുന്നു. പാപം നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. പിന്നീട് രൂപനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരമാണ്, പാപം നമ്മുടെ ഉയർച്ചയെ നഷ്ടപ്പെടുത്തുന്നു, ലഭിക്കേണ്ട നന്മകളെ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സം സത്യത്തിൽ നമ്മളല്ലേ? പലപ്പോഴും നമ്മൾ ഈ അനുഗ്രഹത്തിന് തടസ്സങ്ങളെല്ലാം, അതിന്റെ കാരണമെല്ലാം പിശാചാണെന്ന് പറഞ്ഞു വെക്കും. ചിലർ ദൈവത്തോട് പറയും, ദൈവം നീ എന്താ എന്നെ അനുഗ്രഹിക്കാത്തത്? വി ആർ ബ്ലെയിമിങ് സേറ്റൻ, വി ആർ ബ്ലെയിമിങ് ഗോഡ്. ചിലര് പാസ്റ്റർമാർക്ക് പറയും, പാസ്റ്റർ കൊള്ളാത്തതുകൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടാത്തത്. ദൈവമക്കളെ, ഒരു സത്യം മനസ്സിലാക്കണം. ഇതിനകത്ത് പിശാചിനെ പോലും കുറ്റം പറയേണ്ട. നന്മകളുടെ തടസ്സം പലപ്പോഴും നാം തന്നെയാണേ. നാം ദൈവത്തിനു വേണ്ടി നിന്നാൽ കർത്താവ് വിശ്വസ്തന, കർത്താവ് മാനിക്കുമെന്നേ. കർത്താവിന് നാം പറ്റിച്ചാൽ കർത്താവ് പറ്റിക്കാതിരിക്കുവോ? ദൈവം നിർമ്മലനോട് നിർമ്മലനല്ലേ? ആമേൻ. സ്വരം വക്രനോട് ദൈവം വക്രനാണെന്നും കൂടി ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ പറ്റിക്കാൻ നോക്കല്ലേ. ദൈവസന്ധി വിശ്വസ്തോടെ നിൽക്കൂ. ദൈവം മാനിക്കുമെന്നേ, ദൈവം ഉയർത്തുമെന്നേ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണെന്നേ. പക്ഷേ ആ അനുഗ്രഹം പ്രാപിപ്പാൻ നാമും കൂടി ഒരുങ്ങണ്ടേ. നമ്മുടെ ഉയർച്ച തടയുന്നത് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളല്ലേ? നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഉയർച്ചയെ തടയുന്നുണ്ടെന്നേ. ഇതിനെ പോരാട്ടം എന്നല്ല വിളിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്നാണ് വിളിക്കേണ്ടത്. അതുകൊണ്ട് ആമേൻ, ദൈവസഭകളോട്, ദൈവ മക്കളോട് ആമേൻ, പരിശുദ്ധാത്മാവ്, ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും വിളിച്ചു പറയുന്നു, ആമേൻ, വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക, പാപത്തോട് വിട പറയുക. കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണിത്. നമ്മൾ ആരാൻ തിരിച്ചറിയണം. നമ്മൾ വിശുദ്ധന്മാരാണ്. എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഒരു വാക്യം കൂടി ആമേൻ ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ഞാനൊരു പ്ലേസിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു ട്രൈബിനെ കുറിച്ച് പറഞ്ഞു. നൗ ലെറ്റ് മീ ടോക്ക് ടു യു അബൌട്ട് എ മാൻ. ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ആദമിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നാ വായിക്കുന്നത്. സ്തോത്രം. ഉൽപ്പത്തി 3:23 വായിക്കുന്നു, ആമേൻ, സ്തോത്രം, ദൈവം, യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്താ ഞാൻ ഒന്നാമത് പറഞ്ഞത്? ആമേൻ, ഒരു സ്ഥലത്തെ കുറിച്ചായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ട്രൈബിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. മൂന്നാമത് ലെറ്റ് മീ ടോക്ക് അബൌട്ട് എ മാൻ, ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. അത് ആദമ. ആദമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3:23 വായിക്കുന്നു, ആമേൻ, യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്താ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? ആരാ ഈ ആദം? 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനാണ് ഈ ആദം. ദൈവത്തിന്റെ നേരിട്ട് ആമേൻ ദൈവം മെനഞ്ഞെടുത്തവനാണ് ഈ ആദം. 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമാണ് ഇവന് വേണ്ടി ഇവൻ ഭാര്യയെ പോലും കൊടുത്തത്. നമുക്കാണെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നായിരിക്കാം. എന്നാൽ ഈ ആദമിന് വേണ്ടി ദൈവം നേരിട്ടാണ് ഭാര്യയെ പോലും കൊടുത്തത്. എന്ന് മാത്രമല്ല, 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഓരോ ദിവസവും ദൈവം ഇവനെ കാണാൻ വരുമെന്ന്. പാസ്റ്റർമാർ മിക്കവാറും മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ആയിരിക്കും, അല്ല 2 പ്രാവശ്യമൊക്കെ ആയിരിക്കും വരുന്നത്. ചെറിയ പാസ്റ്റർമാരാണെങ്കിൽ ചിലപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം വരും. വലിയ പാസ്റ്റർമാരാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ട് 3 വർഷമായി ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? ഞങ്ങളുടെ അവിടെ വലിയ ഒത്തിരി സഭകൾ, ഒത്തിരി കുടുംബങ്ങളുണ്ട്. പാസ്റ്റർ വരണമെങ്കിൽ
അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, ഞങ്ങൾ പ്രത്യേകം വിളിക്കണം, അങ്ങനെയൊക്കെയാണ്. US ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ചുമ്മാതെ പാസ്റ്റർമാർ പറ്റില്ല. അവർക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, നമ്മളും ഫ്രീ ആയിരിക്കണം, അപ്പോൾ മാത്രമേ പാസ്റ്റർമാർ വരികയുള്ളൂ. നോക്കണമേ, ദൈവം എല്ലാ ദിവസവും വരിക, ദൈവിക സഹിത്വമുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല, ദൈവം എല്ലാ ദിവസവും വന്ന് ഇദ്ദേഹത്തോട് കുശലം പോലും പറയുന്നവനായിരുന്നു. ഇത്രയും ആനുകൂല്യങ്ങൾ, സാധ്യതകൾ ഉണ്ടായിരുന്ന ഈ ആദമിനെ 3:23 വായിക്കുന്നു, ദൈവം അവിടുന്ന് പുറത്താക്കിയെന്ന്, തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്. നമ്മളായിരിക്കുന്ന സഭയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇപ്പോഴാണെങ്കിൽ പല ആൾക്കാരും കേസ് കൊടുക്കും. കേസ് കൊടുക്കുന്നത് പെന്തിക്കോസ്തുകാരുടെ ഒരു ട്രെൻഡായി തീർന്നാണ് പറയുന്നത്. വളരെ വേദനയോട് ദുഃഖത്തോടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ആട്ടെ, ഇവിടെ ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്താ കാരണം? നമുക്കെല്ലാം കാര്യം അറിയാം, വിശദീകരിക്കുന്നില്ല. കാരണം ആദമിന്റെ ജീവിതത്തിലെ പരാജയം, പാപം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്നേ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവന് പുറത്തു പോകേണ്ടി വന്നു. He had lost his fellowship with God. Even he had lost his friendship with God. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പും ഫ്രണ്ട്ഷിപ്പും എല്ലാം നഷ്ടപ്പെട്ടെന്നേ. പാപം അപകടമാണേ. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെടാം, ദൈവമായിട്ടുള്ള ആ അടുപ്പം നഷ്ടപ്പെടാം, ആ ഇന്റിമസി നഷ്ടപ്പെടാം. ദൈവത്തോട് അടുത്തു വരാൻ താല്പര്യപ്പെടുന്നവർ, ദൈവ സാന്നിധ്യം കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും വനം കേൾക്കുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. അതിന്റെ രഹസ്യം പറയാം. ദൈവ സാന്നിധ്യം അധികം അനുഭവിച്ചറിയണമെങ്കിൽ കുറച്ചും കൂടി നമ്മെ തന്നെ ദൈവം ഭാഗം ഒരുക്കിയാൽ മതി എന്നേ. ദൈവ സാന്നിധ്യം അമിതമായി അനുഭവിച്ചറിയാൻ പറ്റും. പാപത്തോട് കളിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയില്ല. കാരണം പാപം അപകടമാണ്. 1 യോഹന്നാൻ 1:7 ഒരു വാക്യം നമുക്ക് കാണാതറിയുന്ന വാക്യമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മളെ കഴുകി നമ്മെ വിശുദ്ധരാക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. വാക്യത്തിന്റെ സ്തോത്രം. 1 യോഹന്നാൻ 1:7 വാക്യം. ആ വാക്യത്തിന്റെ 2ാം ഭാഗമാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ആ വാക്യത്തിന്റെ 1ാം ഭാഗം നമ്മൾ സാധാരണ വായിക്കാറില്ല. അത് ഞാൻ വായിച്ചോട്ടെ. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, 7ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവിടെ ഒരു ഇഫ് എന്ന പ്രയോഗം, എങ്കിൽ എന്ന പ്രയോഗം കാണുന്നുണ്ട്. കണ്ടീഷണൽ കൺജങ്ഷൻ ആണ് ഇഫ് എന്ന് പറഞ്ഞാൽ. നാം ദൈവത്തിന്റെ അവിടെ വായിക്കുന്നു, നാം വെളിച്ചത്തിൽ നടക്കുന്നത്, അവൻ വെളിച്ചത്തിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ, യോഹന്നാൻ പറയുക, നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്. അല്ലെങ്കിലോ we may lose our fellowship with God, we may lose our relationship with God. ദൈവമായിട്ടുള്ള ആ അടുപ്പം കുറഞ്ഞു പോകുമെന്ന് ശ്രദ്ധിക്കണമേ. പാപം അപകടമാണ്. പാപം ദൈവമായിട്ടുള്ള ബന്ധം മുറിക്കുന്നേ. ആദമിന് നഷ്ടപ്പെട്ടത് അതാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 9-10 വാക്യത്തിൽ ലേവ്യ പ്രമാണത്തിനകത്ത് ചില മീനുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊന്നും കഴിക്കാൻ പാടില്ല. അവിടെ പറഞ്ഞേക്കുന്നത് ചിറകും ചെതുമ്പലും ഇല്ലാത്ത ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ആ വാക്യത്തിനെ നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ ചിറകും ചെതുമ്പലും ഇല്ലാത്ത പല മത്സ്യങ്ങളും ജീവിക്കുന്ന എവിടാന്നറിയാമോ? അത് ചെളിയില്ല താമസിക്കുന്നു. അത് മുകളിലോട്ട് പൊങ്ങി വരാറില്ല. മുകളിൽ പൊങ്ങി വരുന്ന, വെള്ളത്തിന് മുകളിലോട്ട് പൊങ്ങി വരുന്ന മീനുകൾക്ക് ചിറകും ചെതുമ്പലും ഉണ്ട്. ഇതാണ് പൊതുവെ ഞാൻ കേട്ടിരിക്കുന്ന കാര്യം. അപ്പം ഇതിനൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. വെളിച്ചത്തിൽ വരാതെ ഇരുളിൽ കിടക്കുന്ന മത്സ്യങ്ങളെ നോക്കിയിട്ട് ലേവ്യ 11:9-10 വാക്യത്തിൽ പറയുന്നു, അതിനെ കഴിക്കാൻ പോലും പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. നോക്കണമേ, ആദമിന് പാപം ചെയ്തപ്പം ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോയി എന്ന് നാം വായിച്ചു. യോഹന്നാൻ ലേഖനത്തിലോ തന്നെ പറഞ്ഞത്, വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ചെളിയിൽ കിടക്കുന്ന
ആ വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെള്ളത്തിന് മുകളിലോട്ട് എന്തുവാണ് നീന്തി വരാത്ത മത്സ്യത്തെ കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നു. ശ്രദ്ധിക്കണം, വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് മാത്രമാണ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ. ഇതാണ് യോഹന്നാൻ 1:7 യോഹന്നാൻ നൽകുന്ന ശക്തമായ ഒരു പ്രബോധനം. മറന്നു പോകല്ലേ. നോക്കൂ, ഞാനൊരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, 2 ഒരു ഗോത്രത്തെ കുറിച്ച് പറഞ്ഞു, 3 ഞാനൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഇതിനകത്തിരിക്കുന്ന പല ആൾക്കാരും ബൈബിൾ നന്നായി പഠിക്കുന്നവരായതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു പോകുക. ഇനി എനിക്ക് മുമ്പേ 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ വേഴ്സ്. ഒരു വാക്യത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുക. ഇതൊരു വലിയ പ്രധാനപ്പെട്ട വാക്യമായതുകൊണ്ട് ഞാൻ ആ വാക്യത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2 തിമോത്തിയോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 2 തിമോത്തിയോസ് ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ആ പദം കണ്ടോ? ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രമായിരിക്കും. ആരാണ്? അവിടെ വായിക്കുന്നു, ഇവയെ വിട്ടകലുന്നവൻ. എന്താണ് ഇവിടെ വിട്ടകലണം എന്ന് പറഞ്ഞിരിക്കുന്നത്? 14-ാം വാക്യം മുതൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അതെല്ലാം വിട്ട് അകലുന്നവൻ അവൻ ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായിരിക്കും. That person will become a useful God using vessel എന്ന് പറയാം. ദൈവം ഉപയോഗിക്കുന്ന ഒരു വെസൽ ആയിരിക്കും, പാത്രമായിരിക്കും. അപ്പം ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളവനായിരിക്കണം, ചിലത് വിട്ടകന്നവനായിരിക്കണം. അഴുക്കുള്ള പാത്രത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമുക്ക് ആരെങ്കിലും നല്ല ആഹാരം തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. എന്നാൽ ഒരു വ്യക്തി നമ്മുടെ ഇഷ്ട ആഹാരം തന്നിരിക്കട്ടെ, പക്ഷെ ആ പാത്രത്തിന് കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ള ആഹാരമാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. പൗലോസ് തിമോത്തിയോട് പറയാണ്, ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായിരിക്കണമെങ്കിൽ വെടിപ്പുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. പ്രശസ്തനായ എഴുത്തുകാരൻ FB മേയറുടെ ഒരു വാചകം ഞാനൊന്ന് എടുത്തുദ്ധരിക്കട്ടെ. ആ FB മേയർ പറഞ്ഞ ഇപ്രകാരമാണ്: എ ലീക്കിംഗ് പെൻ cannot be used for writing. A leaking pen cannot be used for writing. ലീക്കാകുന്ന പേന എഴുതാൻ കൊള്ളത്തില്ല. നമ്മൾക്ക് നല്ല പേന ആരും ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് ലീക്കിംഗ് കണ്ടീഷനായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്താൻ നമുക്ക് പറ്റുകയില്ല. കാര്യം ഷർട്ട് അഴുക്കായി പോകും. നമുക്ക് ആ പേന കൊണ്ട് എഴുതാൻ പറ്റുകയില്ല. കാര്യം പേപ്പറിനകത്ത് മഷി പറ്റാൻ സാധ്യതയുണ്ട്. നോക്കണമേ, ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിൽ 2 തിമോത്തിയോസ് 2:21 പറയുന്നു, ആ വ്യക്തി വെടിപ്പുള്ളവനായിരിക്കണം, ഹോളി ആയിരിക്കണം. എന്റെ സമയം തീർന്നു. ഞാൻ 4 കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. I was talking to you about a place, then a tribe, then I was talking about a man, then I was talking about a verse. ഞാനൊരു കഥയും കൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്റ്റോറി ഓർ ലെറ്റ് മീ ഷെയർ എ സ്റ്റോറി. ഒരു കഥയും കൂടി ഞാൻ പറയാം. മൈക്കിൾ ആഞ്ചലോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. യേശു കർത്താവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ആ ചിത്രം എഴുതിയത് അദ്ദേഹമാണെന്നാണല്ലോ നാം പൊതുവെ പറയുന്നത്. അതിന് പിന്നിലൊരു കഥ ഉണ്ട്, അത് ഞാൻ കേട്ടത് ഒന്ന് പറയുക. അദ്ദേഹം 12 അപ്പോസ്തലന്മാരെയും താൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഭാവനയിൽ വരച്ചതാണ് ആ ചിത്രങ്ങളെല്ലാം. അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് വരപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ
ഈ അന്ത്യാത്താഴത്തിന്റെ ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി താൻ ശ്രമിക്കുന്ന വേളയിൽ ഓരോ കഥാപാത്രങ്ങളെ, യേശുവിന്റെ അപ്പോസ്തലന്മാരെ, യേശുവിനെ താൻ മനസ്സിൽ കണ്ടുകൊണ്ട് താൻ ഇങ്ങനെ ഓരോ മനുഷ്യരെ കണ്ടെത്തിയിട്ടാണ് വരച്ചത്. അങ്ങനെ ആദ്യം താൻ ഒരു നല്ല മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വരച്ചത് യേശുവിനെ കുറിച്ചാണ്. അപ്പം ആ സ്റ്റുഡിയോയിൽ വന്ന അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. യേശുവിനെ വരയ്ക്കാൻ വേണ്ടി എന്നെയാണല്ലോ ഒരു മോഡലാക്കി നിർത്തിയത്. അതെ, ആ ഒരു മോഡലിനെ പോലെ നിർത്തിയിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് ഇദ്ദേഹം യേശുവിനെ വരച്ചു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം മറ്റപ്പോസ്തലന്മാരെല്ലാം വരച്ചു. എന്നാൽ യൂദായെ വരയ്ക്കാൻ തനിക്കൊരു നല്ല മോഡലിനെ കിട്ടിയില്ല. താൻ ഇങ്ങനെ അന്വേഷിച്ചു, അല്പം ക്രൂര മുഖമുള്ള ഒരാളിനെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ജയിലിൽ കിടക്കുക, നീ അവനെ പോയി നോക്കൂ, ചിലപ്പോൾ അദ്ദേഹത്തിന് നീ ഉദ്ദേശിക്കുന്ന ആ ഭാവനയിലുള്ള യൂദായുടെ ഒരു മുഖച്ഛായ കാണുമായിരിക്കാം. അദ്ദേഹം ജയിലിന്റെ പെർമിഷൻ എടുത്തുകൊണ്ട് ജയിലിൽ ചെന്ന് ഈ പറയുന്ന കുറ്റവാളിയെ കണ്ടെത്തി. അതെ, അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഒരു മുഖച്ഛായ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജയിലറുടെ അനുവാദത്തോടെ ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി ഇദ്ദേഹത്തിന് സ്റ്റുഡിയോ കൊണ്ടുപോയി. സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയെ വരയ്ക്കുകയാണ്, നീ ശാന്തമായിരിക്കുക, ഞാൻ ഇത്ര പൈസ തരാന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇദ്ദേഹത്തിനോട് സഹകരിച്ചു. അദ്ദേഹം മുഖം വരച്ചു. അപ്പം ഈ വരച്ചതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു, ഇന്ന് നീ എന്റെ മുഖം വരച്ചല്ലോ, ഇപ്പോൾ നീ വരച്ചത് ആരുടെ മുഖമാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാന് യൂദായുടെ മുഖമാണ് വരച്ചതെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, സർ, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അന്ന് നീ എന്റെ മുഖം വരച്ചിട്ട് പറഞ്ഞത് യേശുവിന്റെ മുഖം വരച്ചെന്നാ. ഇന്ന് നീ എന്റെ മുഖം വരച്ചിട്ട് പറഞ്ഞത് യൂദായുടെ മുഖം വരച്ചെന്ന്. മൈക്കലാഞ്ചലോ ഷോക്കായി പോയി, ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി, കുറ്റവാളിയായി, താൻ ശിക്ഷിക്കപ്പെട്ട് തന്റെ രൂപഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് അതിന് പിന്നിലെ സംഭവം. ഞാൻ ആ വാക്കുകളെ ചുരുക്കി പറയട്ടെ. ഒറ്റ വാചകത്തിൽ ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം. സത്യത്തിൽ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ വേറെ രൂപത്തിലായി തീർന്നതിന് പിന്നിൽ തന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളായിരുന്നു, പരാജയമായിരുന്നു, പാവമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പാപം നമ്മുടെ മുഖച്ഛായ പോലും മാറ്റുന്നുണ്ടെന്നേ. മറന്നു പോകല്ലേ, പാപം ഒത്തിരി അപകടമുള്ള കാര്യമാണ്. അതുകൊണ്ട് പാപത്തോടുള്ള നമ്മുടെ മനോഭാവം കടക്ക് പുറത്ത് എന്നായിരിക്കണം. ഞാൻ യൂദായെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. യൂദ ആരായിരുന്നു, യൂദ പിന്നെ എന്തായി തീർന്നു എന്നുള്ളത് ഞാൻ വാക്കുകളെ സമയത്തിനകത്ത് തന്നെ സന്ദർശിച്ച് നിർത്തുകയാണ്. 5 കാര്യമെങ്കിലും എനിക്ക് പറയാൻ പറ്റി. ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, ഒരു ട്രൈബിനെ കുറിച്ച് പറഞ്ഞു, ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഒരു വാക്യം പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. സന്ദേശം ഞാൻ തക്കാലം ചുരുക്കുക. നാം വിശുദ്ധരായേ പറ്റൂ, അല്ലെങ്കിൽ വിശുദ്ധി ജീവിപ്പാൻ വേണ്ടി നാം ശ്രമിച്ചേ പറ്റൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പേര് വിശുദ്ധന്മാരെന്ന് തന്നെയാണ്. അതുകൊണ്ട് നാം എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കരുത്. ആമേൻ. പൗലോസ് പറഞ്ഞതുപോലെ, കൊരിന്ത്യർ ലേഖനം 7:1 പറഞ്ഞതുപോലെ, വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാൻ വേണ്ടി നാം ശ്രമിച്ചേ പറ്റൂ. വെളിപ്പാട് 22 പറഞ്ഞതുപോലെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിച്ചേ പറ്റൂ. അതെ, വിശുദ്ധി ജീവിപ്പാൻ വേണ്ടി ഒരു ദാഹം, ഒരാഗ്രഹം, ഒരു ശ്രമം നമുക്ക് നടത്താം. അതിനായി പരിശുദ്ധാത്മാ നമ്മെ ഒരുക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് അല്പനിമിഷം അവിടുത്തെ വചനം ശാന്തമായി പഠിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. വിശുദ്ധി ജീവിക്കേണ്ട ആവശ്യകത വചനത്തിലൂടെ ഓരോ പേജിലൂടെ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കൃപ നൽകണമേ. അതിനായി ഞങ്ങൾക്ക് ഉള്ളിൽ ഇനിയും കൊതി ഉണ്ടാകുന്നുണ്ട് കർത്താവെ, വാഞ്ചയുണ്ട് കർത്താവെ. ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ. ഒരേ കൂടി ഈ ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെയും ദൈവജനത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടനെ നന്ദി.
യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വൺസ് അഗെയിൻ